ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവിൻ്റെ യാഗത്തെ പഴയ നിയമത്തിലെ യാഗവുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു വേദഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. പൗലോസ്ലീഹ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അതിനകത്ത് 7-ാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ 8-ാമത്തെ അധ്യായത്തിലുമാണ് ആദ്യമായിട്ട് പൗലോസ്ലീഹയെ കാണുന്നത്. അതിനുശേഷം ദൈവം പൗലോസ്ലീഹയെ തിരഞ്ഞെടുക്കുന്നതും പൗലോസ്ലീഹയെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് മാറ്റുന്നതും നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിലും അല്ലെങ്കിൽ ലേഖനങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. പത്രോസും യാക്കോബും യോഹന്നാനുമൊക്കെ ഇസ്രായേൽ ജനത്തോട് അല്ലെങ്കിൽ ഇസ്രായേൽ ഭവനങ്ങളിൽ സുവിശേഷം അറിയിച്ചപ്പോൾ പൗലോസ് ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായിട്ട് വിശ്വാസത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചും കൃപയെക്കുറിച്ചുമൊക്കെ വിവരിച്ചിരിക്കുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളിലാണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാം. ഈ ഒരു വാക്യം അല്ലെങ്കിൽ ഈ ഒരു അധ്യായത്തിൻ്റെ ഈ ഒരു ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കുവാനായിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതായിട്ട് ഈ അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഒരു യാഗത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള 2 യാഗങ്ങളെ കമ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയുള്ള യാഗമാണ്, എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് അതിന് ഉത്തരം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിച്ചതിന് ശേഷം മനുഷ്യർ പാപത്തിൽ വീഴും, ഇല്ലെങ്കിൽ മരണം വന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം. അതിനുശേഷം ഏദൻ തോട്ടത്തിലുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പോലും ഭക്ഷിക്കരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതായത് പാപം ചെയ്ത് മരണത്തിൽ വീണ അവർ പിന്നീട് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ ആ പാപത്തോടു കൂടി എറ്റേണിറ്റി അല്ലെങ്കിൽ നിത്യത പ്രാപിക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും അതോടൊപ്പം തന്നെ ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അതിന് കാവലായിട്ട് കെരൂബുകളെ നിർത്തുന്നതായിട്ടും കാണാം. എന്നാൽ നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം പിന്നെയും ഒരു റിസ്റ്റോറേഷൻ പോലെ അല്ലെങ്കിൽ പിന്നെയും മനുഷ്യർക്ക് ഇതേ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവും ഏതെങ്കിലും പർദീസയും ഒക്കെ തിരികെ നൽകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വേദപുസ്തകത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവന്റെ വൃക്ഷം നഷ്ടപ്പെട്ടത് മുതൽ ജീവന്റെ വൃക്ഷം തിരികെ ലഭിക്കുന്നത് വരെയുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയാണ് എന്ന് നമുക്ക് അവിടുന്ന് കാണാം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ യാഗം എന്നുള്ളത്? ആദമിൻ്റെ പാപം കാരണമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. കൂടാതെ റോമൻസ് 3:23 വായിച്ചാൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഓൾ ഹാവ് ഫോളൻ ഇൻ ഷോർട്ട് ഓഫ് ഗ്ലോറി. ദൈവ തേജസ് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ ആ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള യാഗമാണ് കർത്താവിൻ്റെ കുരിശുമരണമെന്ന് നമുക്ക് റോമൻസിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഉൽപ്പത്തിയുടെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ആരിലൂടെയാണ് വീണ്ടെടുപ്പ്, എങ്ങനെയാണ് വീണ്ടെടുപ്പ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തിയിൽ തന്നെ അതിൻ്റെ ഒന്നാമത്തെ ക്ലൂ കിടപ്പുണ്ട്. ഉൽപ്പത്തി 3:16 വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നും അതോടൊപ്പം തന്നെ സർപ്പം സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ കടിക്കുമെന്നുള്ളൊരു വാക്യമുണ്ട്. ഒരുപക്ഷെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ചെറിയ പ്രവചനം കിടക്കുന്നത് ഇവിടെ തന്നെയാകാം. നമുക്കറിയാം, യോഹന്നാസ്നാപകനും കർത്താവൊക്കെ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ആര് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ഈവിൽ ജനറേഷനെ സർപ്പസന്തതികൾ ഈ സീഡ്സ് ഓഫ് സർപ്പൻ്റ് എന്ന് വിളിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം കർത്താവിൻ്റെ കുരിശുമരണത്തിൽ കൂടി പാമ്പിൻ്റെ തല തകർക്കുക എന്നുള്ളൊരർത്ഥവും അതോടൊപ്പം തന്നെ അവരുടെ കള്ളസാക്ഷ്യത്താൽ കർത്താവിൻ്റെ കുരിശുമരണവും
ദൈവവിരോധം പറഞ്ഞു എന്ന് പറഞ്ഞാണ് അവർ കുരിശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ ഉൽപ്പത്തി 3 തന്നെ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെയും നമ്മൾ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും കഥ നമുക്കറിയാം. അവിടെ ഒരു കുഞ്ഞാടിനെയാണ് ഇസ്ഹാക്കിന് പകരമായിട്ട് യാഗം കഴിക്കുന്നത്. അപ്പം ഇതെല്ലാം നിഴലുകളാണ്, അല്ലെങ്കിൽ വരുവാനുള്ള വലിയൊരു യാഗത്തിൻ്റെ നിഴലുകളായിട്ട് പഴയ നിയമത്തിൽ അനേകം സ്ഥലത്ത് നമുക്കിതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി യാഗമായിട്ട് മാത്രമല്ല, മറ്റു പല വ്യക്തികളുടെയും ജീവിത സംഭവങ്ങളും കർത്താവിൻ്റെ നിഴലുകളാണെന്ന് നമുക്ക് കാണാം. ഉദാഹരണത്തിന് ജോസഫിനെ തൻ്റെ സഹോദരന്മാർ ഒറ്റിക്കൊടുക്കുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ കർത്താവിനെ തൻ്റെ ശിഷ്യൻ ഒറ്റിക്കൊടുത്തു. ജോസഫിനെ 20 വെള്ളിക്കാശിനാണ് ഒറ്റിക്കൊടുത്തതെങ്കിൽ കർത്താവിനെ 30 വെള്ളിക്കാശിനാണ് ഒറ്റിക്കൊടുത്തതെന്ന് കാണാം. ജോസഫ് യാക്കോബിൻ്റെ പ്രിയ മകനായിരുന്നുവെങ്കിൽ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന് നമുക്ക് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ സങ്കീർത്തൻ്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫറവോ കഴിഞ്ഞാൽ ഈജിപ്തിൽ രണ്ടാമനായി ആണ് ജോസഫിനെ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനായിട്ടാണ് പുത്രനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അനേകം നിഴലുകൾ പഴയ നിയമത്തിൽ തന്നെ കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ പറയുന്നതായിട്ട് കാണാം. പിന്നീട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, മശീഹയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരു അടയാളം കാണിക്കാനായിട്ട് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, ഈ ദോഷവും വിചാരവുമുള്ള തലമുറ എന്നോട് അടയാളം ചോദിക്കുന്നു, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ ഒന്നും ഞാൻ നൽകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് യോനാ പ്രവാചകൻ 3 ദിവസവും 3 രാവും 3 പകലും മത്സ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ കടലിനടിയിൽ ആയിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിൽ ഇരിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ യോനായുടെ കാര്യം വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് മരിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ യോനയുടെ പുസ്തകം വായിച്ചാൽ പാതാള വാതിക്കൽ നിന്ന് അയ്യം വിളിച്ചു, അല്ലെങ്കിൽ ഷിയോൾ എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മരണശേഷം ആത്മാക്കൾ പോകുന്ന സ്ഥലത്ത് നിന്നാണ് യോന പ്രാർത്ഥിച്ചത് എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്രകാരം തന്നെയാണ് കർത്താവ് 3 ദിവസം ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ഭൂമിക്കുള്ളിലായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണാം. തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അപ്പം ദാവീദും കർത്താവിൻ്റെ ഒരു നിഴലായിരുന്നു. ശലോമോൻ എന്ന ജ്ഞാനിയായ രാജാവ്, അതും കർത്താവിൻ്റെ നിഴലായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിലുള്ള മിക്ക വ്യക്തികളും അല്ലെങ്കിൽ അവരുടെ സംഭവങ്ങളും യോനയുടെ അനുസരണക്കേട് മൂലം കടലിൽ പോകുന്നത് പോലും ഭാവിയിൽ വരുവാനുള്ള ദൈവത്തിൻ്റെ റിഡംഷൻ അല്ലെങ്കിൽ പദ്ധതിയുടെ ഭാഗമായി മാറ്റുന്ന ഒരു ചിത്രം നമുക്ക് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും കാണുവാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ പാപപരിഹാരം അല്ലെങ്കിൽ ഈ യാഗം, അതിനെക്കുറിച്ച് എന്താണ് പഴയ നിയമം പറയുന്നത്, പുതിയ നിയമം പറയുന്നത്? നമുക്കറിയാം, പാപം ചെയ്താൽ മരണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആദ്യത്തെ തന്നെ ഒരു കണ്ടീഷൻ. അവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ പാപപരിഹാര യാഗങ്ങളെക്കുറിച്ച് ലേവ്യ പുസ്തകത്തിലൊക്കെ അനേകം വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് മനുഷ്യൻ്റെ പാപത്തിന് പകരമായി കുഞ്ഞാടിനെ ബലി കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പെസഹായിക്ക് കുഞ്ഞാടിൻ്റെ രക്തം പതിപ്പിച്ചിട്ടുള്ള കട്ടിളപ്പടി കണ്ടിട്ടുണ്ടെങ്കിൽ സംഹാരദൂതൻ കയറാതെ പോകുന്നതുമൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ആ വീട്ടിൽ ആരുണ്ട് എന്നുള്ളതല്ല, കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർക്ക് രക്ഷ വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം പെസഹ അല്ലെങ്കിൽ പഴയ നിയമകാലത്തുണ്ടായിരുന്ന പെസഹായി വരുവാനുള്ള കർത്താവിൻ്റെ ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു പ്രതീകാത്മകമായ കാര്യമായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. പഴയ നിയമത്തിൽ തന്നെ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് അനേകം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ സെക്കറിയ 11 നല്ലവനായ ഒരു ഇടയനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രവചനമായിട്ട് പറയുന്നത് വാളെ ഇടയൻ്റെ നേരെ വെട്ടുക, ആടുകൾ ചിതറിപ്പോകട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് യോഹന്നാൻ 10 വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കർത്താവ് പറയുന്നുണ്ട്, ഞാനാകുന്നു നല്ല ഇടയൻ. അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള പ്രവചനങ്ങളുടെ നിവർത്തി തന്നിലൂടെ നടക്കുന്നു എന്ന് കാണിക്കാൻ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. വേറൊരു ഉദാഹരണം മുൻപ് പറഞ്ഞത് തന്നെയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് ഉള്ള വാക്യം നമുക്കറിയാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് മാതാവിനെ സ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം സ്ത്രീയുടെ സന്തതിയാണ് എന്ന് അറിയിക്കുന്നതും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കാര്യത്തിൽ സ്ത്രീയുടെ മാത്രം സന്തതിയാണെന്ന് നമുക്കറിയാം. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നുള്ളത് കൊണ്ട് സ്ത്രീയുടെ സന്തതിയായ കർത്താവ് തന്നെയാണ് സർപ്പത്തിൻ്റെ തല തകർക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ നിവർത്തി തന്നിലൂടെ നടക്കുന്നു എന്നുള്ളത് സുവിശേഷത്തിൽ കൂടിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അധ്യായം യെശയ്യാ 53 എന്നുള്ള അധ്യായമാണ്. കൂടാതെ യെശയ്യാ 50 അതിനുള്ള സൂചനകൾ നൽകുന്നുണ്ട്. യെശയ്യാ 53 വായിക്കുമ്പോൾ, നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു, കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കർത്താവിൻ്റെ കരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പഴയ നിയമം നമ്മൾ വായിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ
യഹോവയുടെ വചനം, യഹോവയുടെ ഭുജം, യഹോവയുടെ ദൂതൻ എന്നിങ്ങനെ അനേകം രീതിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇത് യെശയ്യാ 53 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കുരിശുമരണത്തെക്കുറിച്ച് ഉള്ള ഏറ്റവും മനോഹരമായ ഒരു അധ്യായം, ഒരു പ്രവചനമാണിത്. കൂടാതെ യെശയ്യാ 50 വായിക്കുമ്പോൾ അതിനകത്തും കുറേയധികം വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെശയ്യാ 50 ഒരു പ്രത്യേകത എന്തെന്നാൽ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ പറയുന്നത് സഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സഫറിംഗ് മശിഹായെക്കുറിച്ചാണെങ്കിൽ പിന്നീടുള്ള വാക്യങ്ങളിൽ ഒരു വാര്യറായിട്ടുള്ള അല്ലെങ്കിൽ പോരാളിയായി വരുന്ന ഒരു മശിഹായെക്കുറിച്ചാണ്. അതായത് രണ്ട് വാക്യങ്ങൾ തമ്മിൽ കാലഘട്ടങ്ങളുടെ വ്യത്യാസം, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത് അനേകം ആയിരങ്ങളുടെ വർഷങ്ങളുടെ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിലോ ഒക്കെയാണ്. അപ്പോൾ യെശയ്യാ 50 അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ യാഗം നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലൂടെയുള്ള വീണ്ടെടുപ്പ് പദ്ധതിയൊക്കെ നമുക്ക് ഇത്തരത്തിൽ പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ യാഗം നടക്കുന്നതെന്ന് പഴയ നിയമത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ അന്നുള്ള ജനതയ്ക്ക് അറിയാമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് പറ്റും, ബാബിലോൺ പ്രവാസത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ദാനിയേൽ ഒരു പുഴക്കരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതായത് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കാലഘട്ടം 490 വർഷം അല്ലെങ്കിൽ 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണെന്ന് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചഘട്ടം, 62 ആഴ്ചഘട്ടം കൊണ്ട് വീതിയും കിടപ്പുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. 62 ആഴ്ചഘട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. അപ്പം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പഴയ നിയമ പ്രവചനം വായിച്ചു കഴിഞ്ഞാൽ മസിഹ എന്നാണ് വരുന്നത് എന്നുള്ള കൃത്യമായ കാര്യം അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും അവരുടെ ആത്മീയ അന്ധത അല്ലെങ്കിൽ അവർക്ക് വന്നത് മസിഹയാണ് തിരിച്ചറിയാൻ പറ്റാതെ പോയതുകൊണ്ടാണ് കുരിശുമരണവും ഒക്കെ നടക്കുന്നത്. പക്ഷെ നമുക്ക് പൗലോസ്ലിയുടെ ലേഖനം വായിച്ചാൽ കാണാനായിട്ട് പറ്റും. പൗലോസ്ലിയുടെ ലേഖനം 11-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവാണ്. അതായത് ഇസ്രായേലിന് അന്ന് ഉണ്ടായിരുന്ന ഒരു ആത്മീയ അന്ധത അല്ലെങ്കിൽ കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ കാരണമായ ഒരു ആത്മീയ അന്ധത മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് ജാതികളിലേക്ക് സുവിശേഷം എത്തുന്നതും സകല ജാതികളും കർത്താവിന്റെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുന്നത്. അതായത് മനുഷ്യന്റെ തെറ്റുപോലും ദൈവം നന്മയ്ക്കാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിനായിട്ട് മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അതിനകത്ത് അതായത് എബ്രായരുടെ ലേഖനം 13-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ഇതൊരു കമ്പാരിസൺ ആണ്. പഴയ നിയമത്തിൽ യാഗമായ മൃഗത്തിന്റെ ഉടൽ നഗരവാതിലിന് പുറത്തു വെച്ച് ചുട്ടു കളഞ്ഞു എന്നുള്ളതുപോലെ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് നഗരത്തിന് പുറത്തു വെച്ച് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ വരുവാനുള്ള നഗരം? അപ്പം ഈ കമ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ യാഗങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31 ഇപ്രകാരം പറയുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളപ്പെട്ടു, ഞാനോ ഉയർത്തിയാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് പറയുന്നു. അതായത് കർത്താവിനെ കുറിച്ച് തറയ്ക്കുമ്പോൾ അത് കർത്താവിൽ നോക്കി വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. ഇത് പഴയ നിയമത്തിലെ മോശയുടെ സർപ്പത്തെ നോക്കുന്നവർ പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതുമായിട്ട് വളരെ സിമിലർ ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ പറയുന്നത് വരുവാനുള്ള ഒരു നഗരം അത്രയും നാം നോക്കി പാർക്കുന്നത്. ഏതാണ് ഈ വരുവാനുള്ള നഗരം? 2 ജെറുസലേമിനെ കുറിച്ച് പഴയ നിയമം പറയുന്നുണ്ട്, പഴയ നിയമവും പുതിയ നിയമവും പറയുന്നുണ്ട്. ഒന്ന്, അന്നത്തെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഫിസിക്കലായിട്ടുള്ള യെരുശലേമിനെ കുറിച്ച്, ഇസ്രായേലിന്റെ ക്യാപിറ്റലായിരുന്ന യെരുശലേമിനെ കുറിച്ച്. 2, സ്വർഗീയ യെരുശലേമിനെ കുറിച്ച്, അതിനെ വിശുദ്ധ നഗരം, പ്രിയ നഗരം എന്നൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തുന്നുണ്ട്.
ഈ സ്വർഗീയ യെരൂശലേമിനെ കുറിച്ച് അധികം വാക്യങ്ങൾ നമുക്ക് ഇല്ല. ഉള്ളത് വെളിപ്പാട് 21-ലും അതോടൊപ്പം തന്നെ എബ്രായർ 11:10 ഒക്കെയാണ് ഉള്ളത്. എബ്രായർ 11:10 വായിക്കുമ്പോൾ അബ്രഹാം നോക്കിപ്പാർക്കുന്ന, ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരത്തിനായിട്ട് നോക്കിപ്പാർക്കുന്നു, വിശ്വാസത്താൽ നോക്കിപ്പാർക്കുന്നു എന്നുള്ളൊരു വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അബ്രഹാം നോക്കിപ്പാർത്ത ആ നഗരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വെളിപ്പാട് 21 വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. വെളിപ്പാട് 21-ന്റെ ആദ്യത്തെ ചില അധ്യായങ്ങൾ വാക്യങ്ങളൊന്ന് വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. അതിൽ 4 വാക്യം വെച്ചാൽ അതെ, ആ വാക്യമാണ്. പുതിയ യെരൂശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം കർത്താവിനായി മണവാളനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. നമുക്ക് താഴേക്ക് 21-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ വായിച്ചാൽ അതിനകത്ത് പിതാവായ ദൈവവും പുത്രന്റെ സിംഹാസനവും അതിലുണ്ടെന്നും അതിനകത്ത് ജീവന്റെ നദി ഉണ്ടെന്നും ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അതിലുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് അവിടെ പൗലോസ്ലീഹ എബ്രായരുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വരുവാനുള്ള നഗരം അത്രയും നമ്മൾ നോക്കി പാർക്കുന്നത് എന്ന് പറയുന്ന ആ നഗരം. ആ നഗരത്തെക്കുറിച്ച് നമുക്ക് വെളിപാട് 21-ൽ കുറേ സൂചനകൾ വേറെ തന്നിട്ടുണ്ട്. അതിന് 12 വാതിലുകളുണ്ട്. ആ 12 വാതിൽ 12 രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നും അതോടൊപ്പം തന്നെ ഈ 12 വാതിലുകൾക്ക് 12 ഗോത്രങ്ങളുടെ പേരാണെന്നുള്ളത്. അപ്പോൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേരാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ വിശുദ്ധ നഗരത്തിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൽ പ്രവേശിക്കുന്നത്? അതിനുള്ള ഉത്തരം കിടക്കുന്നത് റോമൻസ് 11:17 മുതൽ 24 വരെയാണ്. വായിക്കാമോ? റോമൻസ് 11:24 മുതൽ 17 മുതൽ 24 വരെ. അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, കർത്താവ് പലയിടത്തും ഇസ്രായേലിനെ ഒലിവ് മരമായിട്ടും അത്തിമരമായിട്ടും മുന്തിരിവള്ളിയായിട്ടും ഒക്കെ ഉപമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ വേദപുസ്തകം വായിച്ചപ്പോൾ അത്തിമരത്തോട് ഉണങ്ങിപ്പോകുവാൻ പറയുന്നതായിട്ട് അത് ഇസ്രായേലിനെ തന്നെ പ്രതീകാത്മകമായി കാണിക്കുന്നതാണ്. ഇസ്രായേലിന് വരുവാനുള്ള ന്യായത്തിനെക്കുറിച്ച് കാണിക്കുന്നതാണ്. കൂടാതെ ഇസ്രായേലിനെ തന്നെ ഒലിവ് മരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാട്ടലുവായ നമ്മളെ, അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വിശ്വാസികളായ നമ്മളെ ഇസ്രായേലിനോട് ചേർത്ത് ഒട്ടിച്ചു വെക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പൗലോസ്ലീഹ പറയുന്നത്. അങ്ങനെ ഒരേ വേരിന് പങ്കാളികളായിട്ടില്ല, അല്ലെങ്കിൽ ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നു അവരെല്ലാം കർത്താവിൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗമായിത്തീരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരേ പേരിന് പങ്കാളിയായിത്തീരും. യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇസ്രായേലിൻ്റെ ഭാഗമായിത്തീരും. അങ്ങനെ പുതിയ യെരൂശലേമിലേക്ക്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗമായി പുതിയ യെരൂശലേമിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. ഗലാത്യൻസ് 4:26 പൗലോസ്ലീഹ ഇതേ പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാണ്, അവൾ തന്നെ നമ്മുടെ അമ്മ എന്നുള്ളൊരു വാക്യം അവിടെ കാണാനായിട്ട് പറ്റും. മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ട ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഇതേ പുതിയ യെരൂശലേമിനകത്തുണ്ടെന്നുള്ളത് വെളിപ്പാട് 22-ന്റെ അടിസ്ഥാനത്തിലും എസ്കേൽ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് അവിടെ വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ദൈവത്തിന്റെ ഒരു വിടുതൽ പദ്ധതി ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഒന്നാമത് അതിൽ പറയാനുള്ളത് വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ്. വിശ്വാസം, പൗലോസ്ലീഹ തന്നെയാണ് വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുന്നത് എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാകുന്നത് നമുക്ക് അറിയാം. അതിൽ കുറേ ആൾക്കാർ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കുറേ വ്യക്തികളുടെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഹാബേലിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. നോഹയും മൊത്തത്തിൽ 8 പേർ മാത്രം ജലപ്രളയത്തിൽ കൂടി വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാം കാണാത്തൊരു ദേശത്തേക്ക്, കനാൻ ദേശം വിശ്വാസത്താൽ പുറപ്പെട്ട് അവിടെ പോകുന്നതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന നഗരത്തെക്കുറിച്ചും പ്രതീക്ഷയോടെ ഇരിക്കുന്നതുമൊക്കെ നമുക്ക്
അവിടെ അവരുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ, ഈ പഴയ നിയമത്തിലെ ഓരോ വിശുദ്ധന്മാരുടെയും കാര്യത്തിൽ കൂടി കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അബ്രഹാമിൻ്റെ കാര്യത്തിൽ അവിടെ പറയുന്നത് അവരുടെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതേ കാര്യം തന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലും അല്ലെങ്കിൽ മറ്റ് സുവിശേഷങ്ങളിലും കാണാൻ പറ്റും. യോഹന്നാൻ 3:16-18 വായിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 3:16-18 അത് വായിക്കണം. ഓക്കെ, അവിടെ പറയുന്നത് നമുക്ക് ക്ലിയർ ആണ്. അതായത് വിശ്വാസത്താൽ അല്ലെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവരെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ന്യായവിധിയെ ദൈവം അവിടെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഇരുട്ടിനെ സ്നേഹിക്കുന്നത് അത്ര എന്ന് പറയുന്നതായിട്ട് കാണാം. അങ്ങനെ വിശ്വാസത്താലുള്ള നീതികരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിശ്വാസത്തിൽ വളരുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ കുരിശുമരണത്തിൽ കൂടി നമുക്ക് കിട്ടിയ രക്ഷയെ വിശ്വാസത്തിൽ കൂടി നമ്മൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് അവിടെ പൗലോസ്ലീഹ പറയുന്നത്. കൂടാതെ എങ്ങനെ വിശ്വാസം നമുക്ക് ലഭിക്കുമെന്നുള്ളതും പൗലോസ്ലീഹ റോമൻസ് 10:14 പറയുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് കാണാനായിട്ട് പറ്റും. അടുത്തത് ഗ്രേസ് അല്ലെങ്കിൽ കൃപയെക്കുറിച്ചാണ്. പൗലോസിൻ്റെ സുവിശേഷത്തെ പൊതുവെ കൃപയുടെ സുവിശേഷം എന്നും വിളിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ കൃപയെ ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ലേഖനങ്ങളില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:8-9 വായിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതും നിങ്ങൾ നിമിത്തമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയും. ആരും പ്രവൃത്തികളിൽ അംഗീകരിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അതായത് നമ്മുടെ വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളത് കാണുവാനായിട്ട് പറ്റും. വെളിപ്പാട് 7 വായിച്ചു കഴിഞ്ഞാലും രക്ഷ എന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് എന്നുള്ള വാക്യവും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? പ്രാർത്ഥനയാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ഇടപെടാതെ പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത സന്ദർഭത്തിൽ പോലും എന്ത് ചെയ്യണം എന്നുള്ളതും റോമൻസ് 8:26 വായിച്ചാൽ മനസ്സിലാവും. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാത്ത സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു വാക്യം വരെ നമുക്ക് റോമൻസ് 8:26 മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് കേൾവിയാലും ക്രിസ്തുവിൻ്റെ വചനത്താലുമാണെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവവചനം നമ്മൾ കൂടുതലായിട്ട് വായിക്കുന്നതിൽ കൂടി അല്ലെങ്കിൽ പഠിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ വളരുവാനായിട്ട് സാധിക്കുക. 1 പത്രോസ് 2:2 വായിച്ചാൽ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സങ്കീർത്തനം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കണം. അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനം എപ്പോഴും ഓർക്കുക, വായിക്കുക. ഇതിൽ കൂടി തന്നെയാണ് നമുക്ക് വിശ്വാസം വരുന്നതും വിശ്വാസത്തിൽ കൂടി നമുക്ക് രക്ഷ പ്രാപിക്കുന്നതുമെന്ന് പൗലോസിൻ്റെ ലേഖനത്തിൽ കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി പറയുവാനുള്ളത് ന്യായവിധി എന്ന് ബൈബിൾ പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചും കൂടിയാണ്. നമുക്കറിയാം കർത്താവിൻ്റെ കുരിശുമരണത്തിൽ കൂടി നമുക്ക് രക്ഷ കിട്ടി അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടി. സങ്കീർത്തനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, കർത്താവെ നീ കണക്ക് അല്ലെങ്കിൽ തെറ്റുകൾ ഓർത്തു വെച്ചാൽ ആര് നിന്റെ മുമ്പിൽ നിലനിൽക്കും, ഒരുവൻ പോലും നീതിമാനില്ലല്ലോ എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമുക്ക് സങ്കീർത്തനത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കണക്കുകൾ ഓർത്തു വെച്ചാൽ ആരും രക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാണ്. അപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മൂലം കർത്താവിൻ്റെ കൃപയിലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതെന്നും ന്യായവിധിയിൽ കൂടി കടന്നു പോകുന്നതെന്നും കാണാനായിട്ട് പറ്റും. 2 ന്യായവിധികളെ കുറിച്ച് പുതിയ നിയമം പറയുന്നുണ്ട്. ഒന്ന് രണ്ടാമത്തെ വരവിൻ്റെ മാത്യു 25 പറയുന്ന, അതായത് ഞാൻ എൻ്റെ മുമ്പിൽ സകല ജാതികളെയും കൂട്ടി വരുത്തും, ഇടയും കോലാടിനെയും ചെമ്മരിയാടിനെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കുമെന്ന് പറയുന്ന ആ ഒരു ന്യായവിധി. അപ്പോൾ അവരുടെ മറ്റുള്ളവരെ സഹായിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെയൊക്കെ ബേസിസിലാണ് അവിടെ ന്യായവിധി എന്ന് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് കർത്താവ് ഭൂമിയെ 1000 വർഷം ഭരിച്ചതിന് ശേഷം ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് വെളിപാട് 20:10-15 വരെയുള്ള വാക്യങ്ങൾ അതിൽ കാണാനായിട്ട് സാധിക്കും. അതായത് പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു, ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം തുറന്നു,
ഓരോരുത്തരും അവൻ്റെ പ്രവർത്തികൾക്ക് തക്കതായ വിധി ഉണ്ടായി എന്നുള്ള വാക്യങ്ങൾ കാണാം. ജീവന്റെ പുസ്തകത്തിൽ പേരിടപ്പെടാത്ത എല്ലാവരെയും തീപ്പൊയ്കയിൽ എറിയപ്പെട്ടു എന്നുള്ള വാക്യം അവിടെ കാണാം. അങ്ങനെ രണ്ട് ന്യായവിധികളാണ് ഉള്ളത്. അപ്പോൾ ഈ ന്യായവിധിയിൽ കൂടി എങ്ങനെയാണ് കടന്നു പോകുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞത്? ഒന്ന്, കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളത്. പിന്നെ ലൂക്കോസ് 21:36 വായിച്ചാൽ, ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എപ്പോഴും ഉണർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റോമൻസ് 14:10 വായിച്ചാൽ, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു വാക്യവും അവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ദൈവത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിൽ വരാൻ പോകുന്ന ന്യായവിധി, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും, അല്ലെങ്കിൽ കർത്താവ് കുരിശിൽ കൂടി നമുക്ക് നേടിത്തന്ന രക്ഷയെ വിശ്വാസത്തിൽ കൂടി നേടിയെടുക്കുന്നതിനെ കുറിച്ചും പൗലോസിന്റെ ലേഖനത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കും. ഇനി വീണ്ടും പഴയ ആ ഒരു എബ്രായർ 13:11-15 വരുമ്പോൾ അവിടെ കമ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വരുവാനുള്ള ആ ഒരു നഗരത്തിൽ, പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വർഗം എന്ന് നമ്മൾ വിളിക്കുന്നത് മൂന്നാമത്തെ സ്വർഗത്തിലുള്ള ഈ പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് എന്ന് നമുക്ക് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. കർത്താവിൽ കൂടുതലായിട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ വചനം വായിക്കുക. അതിൽ കൂടി നമ്മൾക്ക് ദൈവം ക്രൂശിൽ നേടിത്തന്ന, അല്ലെങ്കിൽ എന്നേക്കുമുള്ള നിത്യയാഗമായ കുരിശുമരണത്തിൽ കൂടി നേടിത്തന്ന രക്ഷയെ വിശ്വാസത്തിൽ കൂടി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എനിക്ക് ഇവിടെ ഒരു അവസരം തന്ന സോളോച്ചിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.